ഹലോ നമസ്കാരം, രഞ്ജിത്ത്. പല ആളുകൾക്കുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട സംശയമാണ് ഒരു ഓൺട്രപ്രണർ ആവാൻ എന്തൊക്കെ ക്വാളിറ്റീസ് വേണം, അല്ലെങ്കിൽ നമുക്ക് ഒരു ഓൺട്രപ്രണർ ആവാനുള്ള ക്വാളിറ്റീസ് ഉണ്ടോ എന്നുള്ളതൊക്കെ. പലപ്പോഴും നമ്മുടെ ഒപ്പം സ്കൂളിലോ കോളേജിലൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാർ നമ്മുടെ അത്രയൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല ചിലപ്പം, അല്ലെങ്കിൽ നമ്മുടെ അത്ര എക്സലൻ്റ് ഒന്നും ആയിരുന്നിട്ടുണ്ടാവില്ല ആ സമയത്ത്. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ ചിലപ്പോൾ അവർ വളരെ നല്ല രീതിയിലൊരു ബിസിനസ് റൺ ചെയ്യുന്നുണ്ടാവും. ചില ആളുകളെ പുറത്തേക്ക് കാണുമ്പോൾ അവർ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരൊന്നും ആയിരിക്കില്ല, എങ്കിൽ പോലും അവർ നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് വിജയിച്ച് നിൽക്കുന്നതായിട്ട് കാണാം. അപ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷനാവും, ഇവരെങ്ങനെയാണ്, എന്തെങ്കിലും തരികിട കാണിച്ചിട്ടാണോ ബിസിനസ്സുകാരനായത് അല്ലെങ്കിൽ ഓൺട്രപ്രണറായത് എന്നൊക്കെ നമുക്ക് തോന്നാം. എന്തുകൊണ്ടായിരിക്കും ഇവർ ഓൺട്രപ്രണറായത്? 6 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കത് ഉണ്ടോ എന്നുള്ളത് ശരിക്കൊന്ന് നോക്കിയാൽ മാത്രം മതി നമുക്ക് ഈ ഓൺട്രപ്രണർഷിപ്പ് കോഷ്യൻ്റ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ. ഏറ്റവും ആദ്യത്തെ ഒരു സംശയം വേണ്ട, റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ റിസ്കുകൾ എടുത്തിട്ടുണ്ട്? നിങ്ങൾ ഏറ്റവും സേഫറായിട്ടുള്ള സോണിൽ ഇരിക്കുക തന്നെയാണോ ചെയ്തിട്ടുള്ളത്? ഇപ്പോഴും നിങ്ങളുടെ കംഫർട്ട് സോണിൽ വളരെ സുഖകരമായിട്ട് നിങ്ങൾ ഇരിക്കുകയാണോ? അതോ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ കൂടുതൽ പൈസ സമ്പാദിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യം അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി കൃത്യമായ ഗോളുകളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് കുറച്ച് റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ ഇൻസ്റ്റൻസസ് ശരിക്കും ഒന്ന് ആലോചിച്ചെടുക്കുക. ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയുക. ശരിക്കും അപ്പോൾ 1 തൊട്ട് 10 വരെയുള്ള ഒരു സ്കോർ എടുത്തുകൊണ്ട് അതിനകത്ത് നിങ്ങളുടെ റിസ്ക് ടേക്കിംഗ് എബിലിറ്റിയെ നിങ്ങളൊന്ന് റാങ്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തേത് ഇനീഷ്യേറ്റീവാണ്. എത്രമാത്രം ഇനീഷ്യേറ്റീവ് ഡ്രിവൺ ആണ് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിലേക്ക് ഉള്ള അടുത്ത സ്റ്റെപ്പുകൾ നിങ്ങൾ എടുക്കുമോ എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു 4-5 പേര് കൂടി ഇരുന്ന് ആലോചിക്കുകയാണ്, ടൂർ പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ്. അങ്ങനെ ആലോചിക്കുന്ന സമയത്ത് നമ്മളൊരു ഡെസ്റ്റിനേഷനെ കുറിച്ച് പറയുന്നു, മൂന്നാർക്ക് പോകാമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ മൂന്നാറിലെ റിസോർട്ടുകൾ തപ്പുകയും മൂന്നാറിലെ റിസോർട്ടുകളിൽ വിളിച്ച് റേറ്റ് അന്വേഷിക്കുകയും അവിടേക്ക് പോകാനുള്ള ട്രാൻസ്പോർട്ടേഷൻ്റെ ചിലവ് എത്രയാണെന്ന് അന്വേഷിക്കുകയും എത്ര ആളുകളുണ്ടെന്ന് കോർഡിനേറ്റ് ചെയ്യാൻ ഇനീഷ്യേറ്റീവ് എടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണോ നിങ്ങൾ? ഒരാളും പറയാതെ തന്നെ നിങ്ങളിത് ഇനീഷ്യേറ്റ് ചെയ്യുന്ന ആളാണോ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനീഷ്യേറ്റീവ് കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 1 മുതൽ 10 വരെയുള്ള സ്കോറിൽ നിങ്ങൾ എത്രമാത്രം നിങ്ങളുടെ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിസ്റ്റിക്കിനെ നിങ്ങൾ റേറ്റ് ചെയ്യും എന്നുള്ളത് നോക്കുക. അടുത്തത് അഡാപ്റ്റബിലിറ്റിയാണ്. അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് ചില പുതിയ കാര്യങ്ങളുമായി, പുതിയ സിറ്റുവേഷൻസുമായിട്ട് നമുക്ക് ഇഴുകിച്ചേരാനുള്ള കഴിവാണ്. പലപ്പോഴും ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ചില സിറ്റുവേഷൻസിൽ നമ്മൾ പ്രവേശിക്കേണ്ടി വന്നേക്കാം. അവിടെ നമ്മൾ ചിലപ്പം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടി വന്നേക്കാം. ചില പുതിയ ആളുകളെ പരിചയപ്പെടേണ്ടി വന്നേക്കാം. ടീം മെമ്പേഴ്സ് പലതരത്തിലുള്ള ആളുകളായിരിക്കാം. അപ്പോൾ ഇവരൊക്കെയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനും ഒത്തുപോകാനുമുള്ള കഴിവിനെയാണ് അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളുടെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പൊസിഷനിൽ മാത്രമേ നിൽക്കുള്ളൂ, ഒരു തരത്തിലുള്ള കോംപ്രമൈസിനും അഡ്ജസ്റ്റ്മെൻറ്റിനും ഒന്നും തയ്യാറാവില്ല, എല്ലാവരുമായിട്ടും അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടി വരുന്ന സമയത്ത് വഴക്കിന് പോകുന്നു എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഓൺട്രപ്രണർ ആവാനുള്ള സാധ്യതകൾ കുറയുമെന്നുള്ളതാണ് സത്യം. അപ്പോൾ എത്രമാത്രം അഡാപ്റ്റബിളാണ് നിങ്ങൾ? 1 തൊട്ട് 10 വരെയുള്ള സ്കെയിലിൽ നിങ്ങളൊന്ന് റേറ്റ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് 10 കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ അത്രയും ഫ്ലെക്സിബിലിറ്റിയും അഡാപ്റ്റബിലിറ്റിയും ഒക്കെ ഉള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബിസിനസ്സിൽ വിജയിക്കാനുള്ള ഒരു സാധ്യത, ഒരു ഫാക്ടർ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് സത്യം. അടുത്തത് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷനാണ്. ബിസിനസ്സിൽ എന്താണ് ക്രിയേറ്റിവിറ്റിക്ക് കാര്യമെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം ധനവാന്മാരായിട്ടുള്ള ബിസിനസ്സുകാരെല്ലാം തന്നെ ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകളാണ്. കാരണം എപ്പോഴും ബിസിനസ്സിൽ പുതിയ ഐഡിയകൾക്ക് സ്ഥാനമുണ്ട്. എപ്പോഴാണോ പുതിയ ഒരു ഐഡിയ നിങ്ങൾ കൊണ്ടുവരുന്നത്, ആർക്കുമില്ലാത്ത യുണീക്കായിട്ടുള്ള ഒരു പ്രപ്പോസിഷൻ നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റിനോ സർവീസിനോ ഉണ്ടാവുന്നത്, അപ്പോഴാണ് നിങ്ങളുടെ ബിസിനസ് വേറിട്ട് നിൽക്കുന്നതും മാർക്കറ്റുകൾ കീഴടക്കുന്നതും. എപ്പോഴാണോ നിങ്ങൾക്ക് യുണീക്കായിട്ടുള്ള അത്തരത്തിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്, അതിൻ്റെ ഭാഗമായി അതിനെ ഒരു പ്രൊഡക്റ്റാക്കി മാറ്റാൻ സാധിക്കുന്നത്, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സുകാരനായി മാറുന്നു. അപ്പോൾ എത്രമാത്രം ഇന്നോവേഷൻ അല്ലെങ്കിൽ കൂടുതൽ പഠനം, റിസർച്ച്, ക്രിയേറ്റിവിറ്റി നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. 1 തൊട്ട് 10 വരെയുള്ള സ്കെയിലിൽ ആ കാര്യത്തിലും നിങ്ങൾക്കൊന്ന് റേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്തത് റിസൈലിയൻസ് ആണ്. റിസൈലിയൻസ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള കഴിവാണ്. പരാജയങ്ങൾ സംഭവിക്കും എന്നുള്ളത് ഉറപ്പാണ്. എന്ത് കാര്യം ചെയ്യുമ്പോഴും അവിടെ ഒരു പരാജയം ഒളിഞ്ഞിരിപ്പുണ്ട്, പരാജയം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആ പരാജയത്തിൽ നിന്ന് അതിശക്തമായി ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള കഴിവിനെയാണ് ഇങ്ങനെ പറയുന്നത്. അത് പല ആളുകൾക്കും ഉണ്ടാകില്ല എന്നുള്ളതാണ് സത്യം. പലപ്പോഴും ഒരു പരാജയം ഉണ്ടാകുമ്പോഴേക്കും തളർന്നു പോകുന്ന ആളുകൾ, ഒരു കാരണവശാലും എനിക്കിനി ഒന്നും കഴിയില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ, സെൽഫ് മോട്ടിവേഷൻ ഇല്ലാത്ത ആളുകൾ,
ഇങ്ങനെയുള്ള ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ബിസിനസ്സിൽ പിടിച്ചു നിൽക്കാൻ. കാരണം സക്സസ്ഫുൾ ആയിട്ടുള്ള ഏതൊരു ബിസിനസ്മാനെ നോക്കിയാലും അയാളുടെ പിന്നിൽ ഒരു 100 പരാജയങ്ങളുടെയെങ്കിലും കഥകൾ പറയാനുണ്ടാകും. അപ്പോൾ ഈ പരാജയങ്ങളെ പഠനങ്ങളായി എടുത്ത് മുന്നോട്ട് പോകാനുള്ള കഴിവിനെയാണ് ഇത്തരത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നുറപ്പിക്കുക, ഈ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഓൺട്രപ്രണർ ആകാനുള്ള അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർഷിപ്പ് ക്വാളിറ്റി നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആൻഡ് ഫൈനലി റിസോഴ്സ്ഫുൾനെസ് ആണ്. റിസോഴ്സ്ഫുൾനെസ്സിനെ പലതരത്തിൽ വ്യാഖ്യാനിക്കാമെങ്കിലും നമ്മളുടെ ചുറ്റുമുള്ള റിസോഴ്സുകളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനും ഇനിയിപ്പം ചുറ്റുമുള്ള റിസോഴ്സസ് മാത്രം വെച്ച് പുതിയ റിസോഴ്സുകളെ ഉണ്ടാക്കാനും ഒക്കെയുള്ള കഴിവിനെയാണ് റിസോഴ്സ്ഫുൾനെസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ കയ്യിൽ പരിമിതമായ റിസോഴ്സുകളായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ ഉണ്ടാകുന്നത്. ആ റിസോഴ്സുകളെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശക്തമായ ഒരു ഡിസയർ, ആർജവം തന്നെയാണ് റിസോഴ്സ്ഫുൾനെസ്. അപ്പോൾ റിസോഴ്സ്ഫുൾനെസ് ഈ ക്രിയേറ്റിവിറ്റിയും ലോജിക്കൽ തിങ്കിങ്ങും എല്ലാം കൂടിച്ചേർന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതും കൂടി ഉണ്ടെങ്കിലാണ് നിങ്ങൾ നല്ലൊരു ഓൺട്രപ്രണർ ആവുന്നത്. ഇതിനെയും നിങ്ങൾക്ക് 1 മുതൽ 10 വരെ റേറ്റ് ചെയ്യാം. ഇപ്പോൾ 6 ഘടകങ്ങളായി നിങ്ങൾക്ക് 60 പോയിൻ്റ് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ 60 പോയിൻ്റ് നിങ്ങൾ തന്നെ വാല്യുവേറ്റ് ചെയ്യുന്നത് കൊണ്ട് ചുമ്മാ അങ്ങ് ഇട്ട് കളയരുത്. നിങ്ങൾ ശരിക്കും വളരെ പെസിമിസ്റ്റിക്കായിട്ട് തന്നെ ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഒരു 50-ൽ കൂടുതൽ പോയിൻ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ഓൺട്രപ്രണർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേസമയം അതിനേക്കാൾ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കുറവ്, ശരിക്കും ഒരു സ്പൈഡർ വെബ് ഡയഗ്രത്തിലേക്കാണ് ഇത് അടയാളപ്പെടുത്തേണ്ടത്. ഏറ്റവും കുറവ് ഏത് ഭാഗത്താണ് എന്നുള്ളത് നോക്കുക. അത് ബെറ്റർ ആക്കാനുള്ള ചില ആക്ടിവിറ്റികളിൽ നിങ്ങൾ ഇൻവോൾവ് ചെയ്യുക. തീർച്ചയായിട്ടും അത് നിങ്ങളൊരു ബെറ്റർ ഓൺട്രപ്രണർ ആക്കാൻ സഹായിക്കും. കൂടുതൽ ഇത്തരത്തിലുള്ള ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കോച്ചിങ്ങുകളോ ട്രെയിനിങ്ങുകളോ ഒക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും ബ്രഹ്മ ലേണിംഗ് സൊല്യൂഷൻസിനെ കണക്ട് ചെയ്യാം. ഞങ്ങൾക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്. യങ് CEO, CBL എന്നൊക്കെ പറയുന്ന ഓൺട്രപ്രണേഴ്സിനെ കോച്ച് ചെയ്തുകൊണ്ട് ഈ പറയുന്ന ഫാക്ടേഴ്സ് അവരുടെ എൻഹാൻസ് ചെയ്യാനുള്ള പ്രോഗ്രാംസ് നമ്മളുടെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ഇതുവഴി ആയിരക്കണക്കിന് ഓൺട്രപ്രണേഴ്സ് ഇത്തരത്തിലുള്ള ലീഡർഷിപ്പ് കോച്ചിങ് ട്രെയിനിങ് ക്ലാസ്സുകളിലൂടെയും സെഷനുകളിലൂടെയും അടുത്ത ലെവലിലേക്ക് മൂവ് ചെയ്തിട്ടുമുണ്ട്. ഓൾ ദ ബെസ്റ്റ്.